വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആഗ്രഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 24-ാം വാക്യം. നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിച്ചു തരും. കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമോ എന്ന് നിങ്ങൾ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണോ? ദൈവവചനം നമുക്ക് ഉറപ്പ് നൽകുന്നു, നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിച്ചു തരും. ഇത് സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 24-ാം വാക്യത്തിൽ കാണുന്നു. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ മാത്രമെന്ന് സദൃശ്യവാക്യങ്ങൾ 11-ാം അധ്യായം 23-ാം വാക്യത്തിലും പറയുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്നത് പോലെ, അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് വാങ്ങിക്കൊടുക്കുന്നത് പോലെ, നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിൽ വളരെയധികം സന്തോഷിക്കും. ചിലപ്പോഴൊക്കെ ഭൂമിയിലെ മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഇല്ലായിരിക്കാം. എന്നാൽ മഹത്വത്താൽ സമ്പന്നനായ നമ്മുടെ ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നു. ബൈബിൾ പ്രഖ്യാപിക്കുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന്. ഇത് സങ്കീർത്തനം 34-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ഒരു ദിവസം രാവിലെ ഒരു മനുഷ്യൻ പച്ചക്കറികൾ വാങ്ങാൻ പുറപ്പെട്ടു. ഷോപ്പിങ്ങിനിടയിൽ ഒരു സ്റ്റാളിൽ കുറച്ച് ആപ്പിൾ കണ്ടപ്പോൾ അയാൾ കുറച്ച് വാങ്ങാൻ തീരുമാനിച്ചു. വീട്ടിലേക്കുള്ള യാത്രാമധ്യേ ഒരു ദേവദാസനെ കണ്ടുമുട്ടി. കുറച്ച് വാക്കുകൾ സംസാരിച്ചതിന് ശേഷം ആ മനുഷ്യൻ അദ്ദേഹത്തിന് കുറച്ച് ആപ്പിൾ കൊടുത്തു. പെട്ടെന്ന് ആ ദാസൻ കരയാൻ തുടങ്ങി. കണ്ണുകളിൽ കണ്ണുനീർ നിറച്ച് അയാൾ പറഞ്ഞു, സാർ, ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ എൻ്റെ കുട്ടികൾ എന്നോട് ചോദിച്ച്, അച്ഛാ, ദയവായി ഞങ്ങൾക്ക് കുറച്ച് ആപ്പിൾ വാങ്ങൂ, ഞങ്ങൾക്ക് അവ കഴിക്കാൻ ഇഷ്ടമാണ്. ഞാൻ സമ്മതിച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. വെറും കൈയോടെ തിരിച്ചെത്തിയാൽ ഞാൻ അവരെ എങ്ങനെ നേരിടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടു. എൻ്റെ സാഹചര്യം അറിയാതെ നിങ്ങൾ എനിക്ക് ഈ ആപ്പിൾ തന്നു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കർത്താവ് എത്ര നല്ലവനും കരുണാമയനുമാണ്. നമ്മുടെ ഏറ്റവും ചെറിയ ആഗ്രഹങ്ങൾ പോലും നിറവേറ്റുന്നതിൽ അവൻ സന്തോഷിക്കുന്നു. ആ നിമിഷം ദൈവദാസനും അവന് ആപ്പിൾ നൽകിയ ആ മനുഷ്യനും എല്ലാത്തിലുമുപരി നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന കർത്താവിനും സന്തോഷമായി. നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെ ദൈവം മുൻപാകെ പ്രാർത്ഥനകളായി മാറുന്നു. ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ പറയാത്ത ആഗ്രഹങ്ങൾ പോലും അവൻ നൽകുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ദൈവികമായ ആഗ്രഹങ്ങൾ അവൻ നമ്മിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയങ്ങളെ അവന്റെ ഇഷ്ടമായി പൊരുത്തപ്പെടുത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഫിലിപ്പിയർ 2-ാം അധ്യായം 13-ാം വാക്യം. ഇച്ഛിക്ക എന്നത് പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ന്യായാധിപന്മാർ 13, 14, 15 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 6-ാം അധ്യായം 27 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.